നമ്മളെല്ലാരും മരിക്കും. നമ്മള് മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഖബറിന്റെ ഉള്ളിലത്തെ ആ ഫസ്റ്റില് നമ്മള് ചെന്ന് കേറുന്നത്തെ അന്നത്തെ ആ ഒരു ദിവസം, അന്നത്തെ ആ ഇരുട്ട് നമ്മള് ഒന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ടാ? ഓർത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു നിസ്കാരമുണ്ട്. ആ നിസ്കാരം നിങ്ങളൊരാൾക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ പലരും ഉണ്ടാവുന്നതാണ്. നമ്മള് നമ്മളെ ഉമ്മാക്കോ ഉപ്പാക്കോ കുടുംബത്തിൽപ്പെട്ടവർക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കരിക്കണ ഞമ്മക്കും ഉണ്ട് അതിന്റെ പ്രതിഫലം. ആ നിസ്കരിച്ച ആർക്കാണോ ആ ആൾക്കും ഉണ്ട് അതിന്റെ പ്രതിഫലം. എത്രമാത്രം പുണ്യപ്പെട്ട ഒരു നിസ്കാരമാണെന്നുള്ളതൊന്ന് ഓർത്ത് നോക്കിയിട്ടാ. പിന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ നിസ്കാരത്തിനെ പറ്റിയിട്ട് ഈ പറയണ ഒന്ന് കേട്ട് നോക്കി. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കുറെയൊക്കെ മനസ്സിലാവും. ഒരു തവണയെങ്കിലും ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് ഒന്ന് നിസ്കരിച്ചോളിട്ടാ. ഈനാസിന്റെ രണ്ടറക്കായത്ത് ആ മരിച്ച ആൾക്ക് വേണ്ടി നിസ്കരിക്കുക. അപ്പൊ നിയ്യത്ത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? അള്ളാഹുവെ, ഇന്നാലിന്ന ആളുടെ ഖബറിലെ ഈനാസിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി 2 റക്അത്ത് സുന്നത്ത് ഞാൻ അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് മലയാളത്തിൽ നിയ്യത്ത് ചെയ്താൽ മതി. ഇന്ന ആളുടെ ഖബറിലെ ഈനാസിന് വേണ്ടി അള്ളാഹു താലാക്ക് വേണ്ടി 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു. നമസ്കാരത്തിന്റെ പേരാണ് സ്വലാത്തുൽ ഉൻസ്. അപ്പോ അതിന്റെ രൂപം ഉളു ഉണ്ടായിരിക്കുന്ന നിർബന്ധമാണ്. സാധാരണ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ തന്നെയാണ്. ഈ നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി വജ്ജഹത്ത് ഓതി ഫാത്തിഹയ്ക്ക് ശേഷം ആയത്തുൽ കുർസി 1, അൽഹാക്കും മുത്തക്കാത്തുർ 1, 11 തവണ സൂറത്തുൽ ഇഖ്ലാസ് ആദ്യത്തെ റക്അത്തിൽ. രണ്ടാമത്തെ റക്അത്തിലും അതുപോലെ തന്നെ ഫാത്തിഹയ്ക്ക് ശേഷം ആയത്തുൽ കുർസി, പിന്നെ അൽഹാക്കും മുത്തക്കാത്തുർ, അതിനുശേഷം 11 തവണ സൂറത്തുൽ ഇഖ്ലാസ്. ഇത് ഒരുപാടായി ഇപ്പൊ മരണപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഒരുപാടായി നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ട അവർക്കൊക്കെ വേണ്ടി ചെയ്യാം. ഏറ്റവും നല്ലത് മരണപ്പെട്ട അന്ന് രാത്രി ചെയ്യലാണ്. അത് അവരുടെ ഖബറിൽ ഈനാസ് നൽകും, അവർക്ക് സന്തോഷം നൽകും. കിതാബുകളിൽ ബഹുമാനപ്പെട്ട നിഹായത്ത് സൈനിലും അതുപോലെ ഫഖീന്റെ കിതാബുകളിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത് അവരുടെ ഖബറിലേക്ക് മലക്കുകൾ സന്തോഷം കൊണ്ടുവരും. ഈ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നത്, നിസ്കരിച്ച ആള് അവൻ ദുനിയാവിൽ നിന്ന് സ്വർഗത്തിൽ അവന്റെ സ്ഥാനം കണ്ടിട്ടല്ലാതെ അവന്റെ റൂഹിനെ പിടിക്കൂല എന്ന് പറഞ്ഞാൽ, ഇരിക്കുന്ന സമയത്ത് അവനക്ക് സ്വർഗത്തിൽ അവന്റെ ആ സ്ഥാനം കാണാൻ കഴിയും. അപ്പൊ നിസ്കരിക്കുന്ന ആൾക്കും ഗുണമുണ്ട്. എന്നാൽ ആർക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്? അവർക്കും ഗുണമുണ്ട്. സ്വലാത്തുൽ ഉൻസ് ഇപ്പൊ മറക്കാതിരിക്കുക. നിസ്കരിച്ചാലുള്ള ഗുണം, ആ മയ്യത്തിന്റെ വഹ്ശത്ത്, ആ മയ്യത്തിനുള്ള ഭയാനകത, ആ മയ്യത്തിന് നേരിടേണ്ടി വരുന്ന മശക്കത്തുകൾ ആ ഖബറിലെ ആദ്യ രാത്രിയിൽ അത് നീങ്ങിക്കിട്ടുന്നതാണ്. മാത്രമല്ല, ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ട് അവന്റെ ഖബർ നിറക്കപ്പെടും, ഖബർ പ്രകാശപൂരിതമാകും. അപ്പൊ ഈ സ്വലാത്തുൽ ഉൻസ് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. നമ്മൾ സാധാരണഗതിയിൽ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരുപാട് തഹ്ലീൽ ചെല്ലുന്നവരാണ്, അതുപോലെ ഒരുപാട് സദഖ ചെയ്യുന്നവരാണ്, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അതിനോളം മഹത്വമുള്ള, അതിനേക്കാളും മഹത്വമുള്ള 2 റക്അത്ത് സുന്നത്താണ് ഈ സ്വലാത്തുൽ ഉൻസ്. അപ്പൊ അത് മറക്കാതിരിക്കുക.